ചങ്ങാതിമാരെ നമസ്കാരമുണ്ട്. ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. ബ്രസീലിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ലോകകപ്പിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ടീമും ബ്രസീലാണ്. അത് കാരണം കൊണ്ട് ബ്രസീലിൻ്റെ ആദ്യത്തെ മത്സരമാണ് മൊറോക്കോക്കെതിരെ ഈ വേൾഡ് കപ്പിൽ. വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോട് കൂടി ഞാൻ കളി കാണാൻ ഇരുന്നതാണ്. പക്ഷേ ആ പ്രതീക്ഷ ആ, ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവരുടെ ദേശീയ ഗാനമൊക്കെ ഇത് അവർ പാടുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടി അവർ ലൈനായിട്ട് നിൽക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആവേശത്തിലായിരുന്നു. പക്ഷേ കളി തുടങ്ങി ഒരു 10 മിനിറ്റ്, ഒരു 10-12 മിനിറ്റ് ആയപ്പോൾ തന്നെ ഏതാണ്ട് കളിയുടെ ഗതി എവിടേക്കാണ് തിരിയുന്നത്, ഭൂമി എവിടേക്കാണ് കറങ്ങുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിനെ ട്രാപ്പിലാക്കി മൊറോക്കോ എന്ന് വേണമെങ്കിൽ പറയാം. സമീപകാലത്ത് മൊറോക്കോ വമ്പൻ ഫോമിലാന്ന് നമുക്കറിയാം. തുടർച്ചയായ എത്രയോ മത്സരങ്ങൾ, രണ്ടക്കം കടന്ന മത്സരങ്ങളൊക്കെ തോൽക്കാതെയാണ്, പരാജയം അറിയാതെയാണ് മൊറോക്കോ എത്തിയിരിക്കുന്നത് അറിയാം. പക്ഷെ അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പെർഫോമൻസ്. പക്ഷേ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഇമാതിരി പ്രകടനം അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചില്ല. പക്ഷെ പ്രതീക്ഷിച്ചതോ ബ്രസീലിൻ്റെ ഭാഗത്ത് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു വിചാരിച്ചു. പക്ഷെ ബ്രസീലിൽ ഏതാണ്ട് സാമ്പാ താളും ഉണ്ടായില്ല, ഒരു താളും ഉണ്ടായില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു വളരെ ദുഃഖകരമായ ഒരു പ്രകടനമാണ് ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഞാൻ അടുത്തിടെ ഒന്നും ഞാൻ ബ്രസീലിൻ്റെ എല്ലാ കളി കാണാൻ എനിക്ക് പറ്റുന്നില്ല. എനിവേ ബ്രസീലിൻ്റെ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ വളരെ ദയനീയമായിരുന്നു നമുക്കറിയാം. പക്ഷേ വേൾഡ് കപ്പിൽ നമ്മുടെ ബ്രസീലിൻ്റെ കളി ഇത്രത്തോളം വളരെ ശോകമായിട്ടുള്ള കളിയൊന്നും ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ കളിക്കാരുടെ കാലിൽ ബോളിരിക്കുന്നില്ല. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ വേൾഡ് കപ്പിൽ കണ്ടുകൊണ്ടിരുന്ന ബ്രസീലിൻ്റെ കാലുകളിലൊക്കെ ബ്രസീലുകാർ ബോള് കാലുകൊണ്ട് അമ്മാനമാടി പോകുന്ന ഒരു ബ്രസീൽ ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടമായി. ഈ ആദ്യത്തെ കളി അതൊന്നും കാണാൻ പറ്റില്ല. ബ്രസീലിൻ്റെ കാലിന് ബോള് നഷ്ടമാവുന്നു, പൊസിഷൻ നഷ്ടമാവുന്നു, മിസ്പാസുകൾ വരുന്നു. എപ്പോൾ നോക്കിയാലും അവരുടെ ഭാഗത്തിൽ അവരുടെ കാലിൽ ബോളും അവരുടെ അറ്റാക്കും. ഡിഫൻസൊക്കെ ബ്രസീലിൻ്റെ ഡിഫൻസൊക്കെ ചിതറി ഓടിയെന്ന് വേണം പറയാം. മിഡ്ഫീൽഡിൽ ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. കാസിമിറോയും ബ്രൂണോ ഗുമേറസ് ഇറങ്ങി എങ്കിൽ പോലും കാര്യമായിട്ടുള്ള മിഡ്ഫീൽഡിൽ ഒരു പണികളും നടക്കുന്നില്ല. പിന്നെ ആ കൂടി ഒരു ആശ്വാസം ഉണ്ടായത് വിനീഷ്യസ് ജൂനിയർ ഇൻഡിവിജ്വൽ ഗോൾ അടിച്ചു. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം പൊട്ടിത്തകർന്ന വീണെന്നു. അല്ലാണ്ട് ബ്രസീലിൻ്റെ കളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷെ ഇത് ആദ്യത്തെ ഒരു കളി ആയിട്ടുള്ളൂ. അത് തോക്കാതെ ബ്രസീൽ രക്ഷപ്പെട്ടു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഈ കളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രസീലിനെന്ന് പറയില്ല. ഈ കളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊറോക്കോക്കുള്ള കളിയായിരുന്നു. ഭാഗ്യം കൊണ്ടൊക്കെയാണ്, ലക്ക് കൊണ്ട് മാത്രമാണ് ബ്രസീൽ സമനില കൊണ്ട് രക്ഷപ്പെട്ടത്. ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 54% ബ്രസീലിനെയും 46% മൊറോക്കോക്ക് ഉണ്ടെങ്കിൽ പോലും മൊറോക്കയാണ് ഇതിൽ ഈ കളിയിൽ ആധിപത്യം പുലർത്തിയത്. അവരിൽ ഒന്നും കൂടി മികച്ച പ്രകടനം കളിച്ചു എന്ന് രേഖപ്പെടുത്തുന്നത് 18 വയസ്സ് മാത്രമുള്ള അയൂബാണ്. അങ്ങേര് കളിച്ച കളി, അങ്ങേര് പക്വേറ്റേന് തുടങ്ങിയിട്ടുള്ള കളിക്കാരനൊക്കെ അങ്ങേര് മികച്ച പ്രകടനം അങ്ങേരുടെ ഭാഗത്തു നിന്നുണ്ടായി. ബോളൊക്കെ ആ ഡിയുടെ അവിടെ നിന്നൊക്കെ ബോള് റിക്കവർ ചെയ്തെടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കണ്ടു. അതിൻ്റെ പൊന്നെ കിടിലൻ. അത് ആരുടെ കാലിൽ നിന്ന് നോക്കണം, ബ്രസീലിൻ്റെ കളിക്കാരുടെ കാലുകളിൽ നിന്ന് ആ ബോൾ എടുക്കുന്നൊരു രംഗമൊക്കെ ഉണ്ടല്ലോ. കിടിലൻ പെർഫോമൻസ്. വിനീഷ്യസ് ജൂനിയറാണ് മാൻ ഓഫ് ദ മാച്ച് എങ്കിലും ഒന്നും കൂടിയും കഴിവ് കാണിച്ചത് അദ്ദേഹമാണ്. 18 വയസ്സുള്ള അയൂബാണ്. അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു വേണമെങ്കിൽ. എനിവേ വിനീഷ്യസ് ജൂനിയർ ഇൻഡിവിജ്വൽ പെർഫോമൻസിനായിരിക്കും ഒരു ഗോൾ അടിച്ചു, അത് കാരണമായിരിക്കും കൊടുത്തത്. എന്തായാലും ആദ്യ ഗോൾ അടിച്ചുകൊണ്ട് എന്തായാലും മൊറോക്കോ ഞെട്ടിച്ചു. ഒരു ഗോൾ തിരിച്ചടിക്കാൻ പറ്റിയത് രക്ഷപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കാര്യം പോക്കായിരുന്നു ബ്രസീലിൻ്റെ അവസ്ഥ. എങ്കിലും വളരെ ശോകം അവസ്ഥ. ഒരിക്കലും ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവുന്നു. ഇനി അടുത്ത രണ്ട് കളികൾ, ഒന്ന് ഹെയ്ത്തിയായിട്ടും സ്കോട്ട്ലൻഡായിട്ടാണ്. ഹെയ്ത്തിയായിട്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെടുന്ന കാര്യം. പക്ഷേ സ്കോട്ട്ലൻഡ് ഒന്നും കൂടി കടുപ്പുള്ള ടീമാണ്. അവരായിട്ട് എങ്ങനെ മുട്ടുന്നുള്ള കാര്യം ആലോചിക്കേണ്ടി വരും. എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് പെർഫോമൻസ് എങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ടീമാണെങ്കിൽ പോലും പ്രീ ക്വാർട്ടറിൻ്റെ അപ്പുറത്തേക്ക് ബ്രസീൽ പോവില്ല. എന്തായാലും മാറ്റങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ. ഇഗോർ തിയാഗോനെ ഞാൻ ഫ്രണ്ട് ലൈനിൽ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചറിയോ, ഫിസിക്കാലിറ്റി കാരണം കൊണ്ട് ആൾക്ക് എതിർ ഡിഫൻസിന് മറികടന്നിട്ട് ഗോൾ അടിക്കാനും ചാൻസുകൾ ഒപ്പിക്കാനും ഒക്കെ പറ്റും. കാരണം ഇഗോർ തിയാഗോ സെൻറ്ററിലും വിനീഷ്യസും ഒരു ഭാഗത്ത്, പിന്നെ നമ്മുടെ റാഫീൻ്റെ മറ്റേ ഭാഗത്തും കൂടിയിട്ട് വരുമ്പോൾ മികച്ചൊരു ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവർക്ക് ഡെലിവറി ചെയ്യാനുള്ള ബോൾ ആര് കൊടുക്കും? അവർക്ക് ആര് ഡെലിവറി ചെയ്യും? അതാണ് പ്രോബ്ലം. മിഡ്ഫീൽഡ് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, അവിടെയാണ് പ്രശ്നം. പക്ഷേ വിനീഷ്യസും മോശമില്ലാതെ നല്ല കളി കളിച്ചു. ഇഗോർ തിയാഗോയ്ക്ക് കിട്ടിയ 1-2 ചാൻസ് അങ്ങനെ ഹൈറ്റും ഉണ്ട്, ഫിസിക്കാലിറ്റി ഉണ്ട്, അത് യൂസ് ചെയ്യണില്ല. അങ്ങനെ കിട്ടിയ 2 ഗോൾ ചാൻസ് അങ്ങോട്ട് അങ്ങനെ അത് കൊളാക്കി.
ഹെഡർ ചാൻസ് ഉണ്ട്, അത് കൊളാക്കി. പിന്നെ റാഫീനിയ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്നതിൻ്റെ പകുതി കളി പോലും ഇന്നലത്തെ കളി കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. പിന്നെ ആ കൂടുതൽ സമാധാനം, തോറ്റില്ല. പിന്നെ ഒറ്റ കളി കൊണ്ട് ഒരു ടീമിനെയും വിലയിരുത്താൻ പാടില്ല. നമ്മുടെ 2002 വേൾഡ് കപ്പ് എടുത്ത ബ്രസീൽ ടീമിന് ഏതാണ്ട് ഇതേപോലത്തെ തന്നെയായിരുന്നു. തുടക്കം ഇത്തിരി ഇതായിരുന്നു, പക്ഷേ കപ്പെടുത്തു. ആ ഒരു പ്രതീക്ഷയിലാണ് ഒരു ബ്രസീലിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇരിക്കുന്നത്. ഒരു കളി കൊണ്ട് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ബ്രസീലാണ് അവിടെ, ആൻസലോട്ടിയാണ്, ഡോൺ കാർലോ ആണ്. അത് കാരണം കൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ കപ്പാസിറ്റി ഉള്ള ടീമാണ് ബ്രസീൽ.